എക്സാംസ് ആർ അറൗണ്ട് ദ കോർണർ. അപ്പോൾ അതുപോലെ സ്റ്റുഡൻസിൻ്റെ ആങ്സൈറ്റിയും കൂടിയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എങ്ങനെയാണ് ആങ്സൈറ്റി നമുക്ക് ഒപ്റ്റിമലായി കൊണ്ടുപോകാനായിട്ട് പറ്റുക? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സാംസ് വരുന്ന സമയത്ത് ഒപ്റ്റിമൽ ആങ്സൈറ്റി എല്ലാവർക്കും ഉണ്ടാവും. ഒപ്റ്റിമൽ ആങ്സൈറ്റി ഫോർ ഒപ്റ്റിമൽ പെർഫോമൻസ് എന്നുള്ളതാണ്. പക്ഷെ ആങ്സൈറ്റി അമിതമായിട്ട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെർഫോമൻസിനെ ബാധിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഹൗ ടു keep our anxiety optimal during this time? So first thing is our lifestyle factors. Ensure a balanced nutrition and hydration. Second thing is a 30 minutes of brisk exercise is mandatory even during exam time. Third one, ensure a good sleep hygiene. 7 to 8 hours of good sleep is mandatory. നമ്മൾ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അറ്റൻഷൻ കോൺസെൻട്രേഷൻ നിലനിർത്തി പഠിക്കാനായിട്ട് നമുക്ക് പറ്റുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഒരു പൊമഡോറോ ടെക്നിക്സ്. ഒരു 25 മിനിറ്റ്സിൻ്റെ ഒരു ബ്ലോക്കിൽ പഠിക്കുക, ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ ഒരു 4 സൈക്കിള് കഴിയുന്ന സമയത്ത് യു ക്യാൻ ടേക്ക് എ ബിഗ് ബ്രേക്ക് ഓഫ് അറൌണ്ട് 15 to 20 minutes ആൻഡ് റിവാർഡ് യുവർ സെൽഫ് വിത്ത് സംതിങ് യു ലൈക്ക്. ദിസ് വിൽ ഹെൽപ്പ് യു ടു സ്റ്റേ motivated. And finally, to parents and teachers, during this time you are the ones who should support your kids at the most. So ഓരോ കുട്ടിയും വ്യത്യസ്തമാണ്. അപ്പോൾ ഒരിക്കലും ഈ സമയത്ത് ഡോണ്ട് കമ്പയർ. സെക്കൻഡ് തിങ് ഈസ് നമ്മളെപ്പോഴും കുട്ടികളോട് പറയണം, ഒരിക്കലും ഔട്ട്കമ്മിനെ കുറിച്ച് വറീഡ് ആവാൻ പറ്റില്ല. ദെയർ വെൽബീയിങ് ഈസ് അവർ പ്രയോറിറ്റി. അതായത് എക്സാംസ്, മാർക്ക്, റാങ്ക്, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒരു പാത്താണ് ടു മേക്ക് ദം ഹാപ്പി. ആൻഡ് ഫൈനലി, റെക്കഗ്നൈസ് സ്ട്രെസ്. ഇഫ് ഒരു കുട്ടി അമിതമായിട്ടുള്ള സ്ട്രെസ്സിലൂടെ കടന്നു പോകണമെങ്കിൽ കൃത്യമായിട്ട് അത് ഹെൽപ്പ് കൊടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്.